എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പ്രൊഡക്ഷൻ മാനേജ്മെന്റിൽ നമ്മൾ പഠിക്കുന്നത് പ്രൊഡക്ഷൻ പ്ലാനിംഗ് ആൻഡ് കൺട്രോൾ അഥവാ PPC. PPC എന്താണ് എന്നും അതുപോലെ തന്നെ സ്റ്റെപ്സ് അല്ലെങ്കിൽ എലിമെന്റ്സ് ഓഫ് പ്രൊഡക്ഷൻ പ്ലാനിംഗ് ആൻഡ് കൺട്രോൾ, ഇതാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അപ്പോൾ പ്രൊഡക്ഷൻ പ്ലാനിംഗ് ആൻഡ് കൺട്രോൾ എന്താണ് എന്നും സ്റ്റെപ്സ് ഓർ എലിമെന്റ്സ് ഓഫ് പ്രൊഡക്ഷൻ പ്ലാനിംഗ് ആൻഡ് കൺട്രോൾ ആണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. Definition of production planning and control. Alford and Beatty പ്രൊഡക്ഷൻ പ്ലാനിംഗ് ആൻഡ് കൺട്രോളിനെ ഇപ്രകാരം നിർവചിച്ചിരിക്കുന്നു. പ്രൊഡക്ഷൻ പ്ലാനിംഗ് ആൻഡ് കൺട്രോൾ comprise the planning, routing, scheduling, dispatching and follow functions in the production process so organized that movements of materials, performance of machines and operations of labor, however subdivided, are direct and coordinated as to quantity, quality, time and place. Alford and Beatty പ്രൊഡക്ഷൻ പ്ലാനിംഗ് ആൻഡ് കൺട്രോളിനെ ഇപ്രകാരം നിർവചിച്ചിരിക്കുന്നു. ഒരിക്കൽ കൂടി നമുക്കത് നോക്കാം. പ്രൊഡക്ഷൻ പ്ലാനിംഗ് ആൻഡ് കൺട്രോൾ കംപ്രൈസ് ദ പ്ലാനിംഗ്, റൂട്ടിംഗ്, ഷെഡ്യൂളിംഗ്, dispatching and follow functions in the production process so organized that movements of materials, performance of machines and operations of labor, however subdivided, are direct and coordinated as to quantity, quality, time and place. അടുത്ത നമുക്ക് എലിമെന്റ്സ് ഓഫ് പ്രൊഡക്ഷൻ പ്ലാനിംഗ് ആൻഡ് കൺട്രോൾ എന്താണ് എന്ന് നോക്കാം. എലിമെന്റ്സ് ഓർ സ്റ്റെപ്സ് ഓഫ് പ്രൊഡക്ഷൻ പ്ലാനിംഗ് ആൻഡ് കൺട്രോൾ. പ്രൊഡക്ഷൻ പ്ലാനിംഗ് ആൻഡ് കൺട്രോൾ. പ്രൊഡക്ഷൻ പ്ലാനിംഗ് ആൻഡ് കൺട്രോൾ രണ്ട് പ്രധാനപ്പെട്ട മാനേജീരിയൽ ഫംഗ്ഷനുകൾ നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അത് പരസ്പരം ഇന്റർ റിലേറ്റഡ് ആണ്, ഇന്റർ ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റിൽ രണ്ട് സുപ്രധാനമായിട്ടുള്ള രണ്ട് മാനേജീരിയൽ ഫംഗ്ഷൻസുകൾ നമുക്ക് എംഫസൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിലൊന്ന് പ്ലാനിങ്ങും മറ്റൊന്ന് കൺട്രോളിങ്ങും. ഒരിക്കൽ കൂടി, പ്രൊഡക്ഷൻ പ്ലാനിംഗ് ആൻഡ് കൺട്രോളിൽ പ്രൊഡക്ഷൻ പ്ലാനിങ്ങും പ്രൊഡക്ഷൻ കൺട്രോളിങ്ങും എന്ന് പറയുന്ന ഫംഗ്ഷനുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് പരസ്പരം ഇന്റർ റിലേറ്റഡ് ആണ്, ഇന്റർ ഡിപ്പെൻഡൻ്റ് ആണ്. അതിൽ പ്രൊഡക്ഷൻ പ്ലാനിങ്ങിൽ പ്രധാനപ്പെട്ട സ്റ്റെപ്സുകൾ അല്ലെങ്കിൽ എലിമെന്റുകൾ എന്ന് പറയുന്നത് റൂട്ടിംഗ്, ഷെഡ്യൂളിംഗ്, ലോഡിംഗ് എന്നിവയാണ്. പ്രൊഡക്ഷൻ കൺട്രോളിങ്ങിൽ പ്രധാനപ്പെട്ട സ്റ്റെപ്സുകൾ അല്ലെങ്കിൽ എലിമെന്റുകൾ എന്ന് പറയുന്നത് ഡിസ്പാച്ചിങ്, എക്സ്പെഡിറ്റിംഗ് ഓർ ഫോളോ അപ്പ്, കറക്റ്റീവ് ആക്ഷൻ എന്നിവയാണ്. പ്രൊഡക്ഷൻ പ്ലാനിംഗ് ആൻഡ് കൺട്രോൾ, പ്രൊഡക്ഷൻ പ്ലാനിങ്ങും പ്രൊഡക്ഷൻ കൺട്രോളിംഗ് കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള എലിമെന്റ്സ് ഓർ സ്റ്റെപ്സ് ഓഫ് പ്രൊഡക്ഷൻ പ്ലാനിംഗ് ആൻഡ് കൺട്രോൾ എന്ന് പറയുന്നത് റൂട്ടിംഗ്, ഷെഡ്യൂളിംഗ്, ലോഡിംഗ്, ഡിസ്പാച്ചിങ്, എക്സ്പെഡിറ്റിംഗ്, കറക്റ്റീവ് ആക്ഷൻ എന്നിവയാണ്. ഇനി ഇവ ഓരോന്നും നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. എലിമെന്റ്സ് ഓഫ് പ്രൊഡക്ഷൻ പ്ലാനിംഗ് ആൻഡ് കൺട്രോൾ. അതിൽ ആദ്യത്തെ എലിമെന്റ് ആണ് റൂട്ടിംഗ് എന്ന് പറയുന്നത്. എന്താണ് റൂട്ടിംഗ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. Production routing is a process concerned with determining exact route or path a product has to follow right from raw material till its finished product state. Raw materials തുടങ്ങി അവസാനത്തെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് അവസ്ഥ ആകുന്നത് വരെ ഒരു പ്രോഡക്റ്റ് പിന്തുടരേണ്ട യഥാർത്ഥ പാത്ത് അല്ലെങ്കിൽ റൂട്ടിനെ നിർണ്ണയിക്കുന്ന പ്രക്രിയയാണ് റൂട്ടിംഗ് എന്ന് പറയുന്നത്. It includes the planning of where and by whom work shall be done, the determination of path that work shall follow, and necessary sequence of operations. റൂട്ടിങ്ങിൽ ഇവിടെ ആരാല് ജോലി നിർവഹിക്കപ്പെടണമെന്ന്, അതുപോലെ ജോലി തുടരേണ്ട പാത്തിൻ്റെ നിർണയം, അതുപോലെ ആവശ്യമായ പ്രവർത്തനങ്ങളുടെ
ശ്രേണി എന്നിവ ഉൾപ്പെട്ടിരിക്കുന്നു. The main objective of routing is to find out the best and cheapest sequence of operations to be undertaken in the process of production. റൂട്ടിങ്ങിന്റെ പ്രധാന ലക്ഷ്യം എന്തെന്നാൽ ഉൽപാദന പ്രക്രിയയിൽ ഏറ്റെടുക്കേണ്ട ഏറ്റവും മെച്ചപ്പെട്ടതും ചിലവ് കുറഞ്ഞതുമായ പ്രവർത്തനക്രമം കണ്ടെത്തുക എന്നതാണ്. Another objective of routing is to determine proper tools and equipments and the required number of workers required for doing total production work. റൂട്ടിങ്ങിന്റെ മറ്റൊരു ലക്ഷ്യം എന്തെന്നാൽ ഉൽപാദന ജോലികൾ നിർവഹിക്കുന്നതിന് ആവശ്യമായ ശരിയായ ടൂൾസ് ആൻഡ് ഇക്വിപ്മെന്റ്സും ജോലി നിർവഹിക്കുന്നതിന് ആവശ്യമായ മതിയായ തൊഴിലാളികളുടെ സംഖ്യയും നിർണ്ണയിക്കുക എന്നതാണ്. അടുത്ത രണ്ടാമത്തെ എലിമെന്റ്സ് നമുക്ക് നോക്കാം. ഷെഡ്യൂളിംഗ് ആണ് രണ്ടാമത്തെ എലിമെന്റ്സ്. ഷെഡ്യൂളിംഗ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. It determines when an operation is to be performed or when work is to be completed. ഷെഡ്യൂളിംഗിൽ നിർണ്ണയിക്കുന്നത് എപ്പോൾ പ്രവർത്തനം നിർവഹിക്കണമെന്നും എപ്പോൾ ജോലി പൂർത്തീകരിക്കണം എന്നതുമാണ്. It allocates time for each operation of production. Scheduling ranks the job in order of its priority and then provides for its release to the plant at the proper time and in the correct sequence. ഇവിടെ ഷെഡ്യൂളിംഗിൽ ഓരോ പ്രവർത്തനത്തിനും സമയം വീതിച്ചു നൽകുന്നു. ഷെഡ്യൂളിംഗിൽ മുൻഗണന അനുസരിച്ച് ജോലിയെ തരംതിരിക്കുന്നു. അതിനുശേഷം ശരിയായ സമയത്തോ ശരിയായ ശ്രേണിയിൽ പ്ലാന്റിലേക്ക് റിലീസ് ചെയ്ത് നൽകുന്നു എന്നുള്ളതാണ്. Schedule begins with the preparation of a master schedule which represents the overall production program of the plant for a given period of time. It shows weekly or monthly breakup of production. അപ്പോൾ ഷെഡ്യൂളിംഗ് ആരംഭിക്കുന്നത് മാസ്റ്റർ ഷെഡ്യൂൾ തയ്യാറാക്കിക്കൊണ്ടാണ്. ഇതിൽ ലഭ്യമായ കാലയളവിൽ പ്ലാന്റിന്റെ മൊത്തത്തിലെ ഉൽപാദന പരിപാടികളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഇതിൽ വീക്കിലി മന്ത്ലി ആയിട്ടുള്ള ഉൽപാദനത്തിന്റെ ബ്രേക്കപ്പ് നൽകിയിട്ടുണ്ടാകും. While preparing schedules, these factors should be taken into consideration. ഷെഡ്യൂൾ തയ്യാറാക്കുമ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ പരിഗണിക്കപ്പെടേണ്ടതാണ്. അതിലൊന്നാമത്തേത് the types of orders and their promised delivery dates. ഓർഡറിന്റെ തരവും അതിന്റെ ഡെലിവറി ചെയ്യേണ്ട തീയതിയും. രണ്ടാമത്തേത് നോൺ അവൈലബിലിറ്റി ഓഫ് ഫിസിക്കൽ ഫെസിലിറ്റീസ്, മെഷീൻസ്, പാർട്സ് ആൻഡ് റിക്വയർഡ് ലേബർ. ഫിസിക്കൽ ഫെസിലിറ്റി, മെഷീനുകൾ, പാർട്സ്, മതിയായ തൊഴിലാളികളുടെ ലഭ്യത ഇല്ലായ്മ, ഇതൊക്കെ പരിശോധിക്കേണ്ട കാര്യമാണ് ഷെഡ്യൂളിംഗ് തയ്യാറാക്കുമ്പോൾ. പ്രൊഡക്ഷൻ പ്ലാനിംഗ് ആൻഡ് കൺട്രോളിൽ അടുത്ത എലിമെന്റ് ആണ് ലോഡിംഗ് എന്ന് പറയുന്നത്. ലോഡിംഗ്. After the route has been established, the work can be loaded against the concerned machines and equipment. റൂട്ട് സ്ഥാപിച്ചതിന് ശേഷം ജോലികൾ ബന്ധപ്പെട്ട മെഷീനുകൾക്കും equipmentsനും നേരെ ലോഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. Loading is the assignment of specific job to men, machines and work centers on the basis of their relative capacities. ലോഡിംഗ് എന്നാൽ ആപേക്ഷിക ശേഷി അനുസരിച്ച് മെൻ, മെഷീൻസ്, വർക്ക് സെന്റേഴ്സുകൾക്ക് പ്രത്യേക ജോലികൾ ഏൽപ്പിച്ച് നൽകുന്ന ഒരു പ്രവർത്തനമാണ്. അടുത്ത എലിമെന്റ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് പ്ലാനിംഗ് കൺട്രോളിൽ ഡിസ്പാച്ചിങ് ഓർ ഇഷ്യൂയിങ് ഇൻസ്ട്രക്ഷൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഡിസ്പാച്ചിങ് ഓർ ഇഷ്യൂയിങ് ഇൻസ്ട്രക്ഷൻസ്. After routing and scheduling, actual production begins when permission is granted to start operations according to plans prepared. Dispatching involves giving the necessary authority to start the work as
work as per schedule. Work orders and authorizations are issued to the production department to perform the work according to planned program. റൂട്ടിങ്ങും ഷെഡ്യൂളിങ്ങും നിർവഹിച്ചതിന് ശേഷം തയ്യാറാക്കിയിരിക്കുന്ന പ്ലാൻ അനുസരിച്ച് പ്രവർത്തനം ആരംഭിക്കുന്നതിനുള്ള അനുമതി നൽകുമ്പോഴാണ് യഥാർത്ഥ ഉൽപാദനം ആരംഭിക്കുന്നത്. ഷെഡ്യൂൾ അനുസരിച്ച് ജോലി ആരംഭിക്കുന്നതിന് വേണ്ട മതിയായ അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ടതാണ് ഡിസ്പാച്ചിങ് എന്ന് പറയുന്നത്. ആസൂത്രണ പരിപാടി അനുസരിച്ച് ജോലി നിർവഹിക്കുവാൻ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന് വർക്ക് ഓർഡേഴ്സും ഓതറൈസേഷനും നൽകുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. The following steps are taken to perform the functions of dispatching in manufacturing department. അതായത് ഒരു മാനുഫാക്ചറിംഗ് പ്ലാന്റിൽ ഡിസ്പാച്ചിങ് ഫംഗ്ഷനുകൾ നിർവഹിക്കുന്നതിന് താഴെ പറയുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഉള്ളത്. അതിലൊന്നാമത്തേത് ഗിവിംഗ് വർക്ക് ഓർഡേഴ്സ്, ഇൻസ്ട്രക്ഷൻ ആൻഡ് നെസസറി അതോറിറ്റി ടു സ്റ്റാർട്ട് ദി വർക്ക് ആസ് പെർ ഷെഡ്യൂൾ. അതായത് ഷെഡ്യൂൾ അനുസരിച്ച് പ്രവർത്തനം ആരംഭിക്കുന്നതിന് വർക്ക് ഓർഡർ, നിർദ്ദേശങ്ങൾ, അതുപോലെ ആവശ്യമായ അധികാരങ്ങൾ നൽകുക എന്നുള്ളതാണ് ആദ്യത്തേത്. രണ്ടാമത്തേത് ഇഷ്യൂയിങ് അതോറിറ്റി ടു ദ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഫോർ യൂസിങ് ടൂൾസ് ആൻഡ് പ്രീ ഡിറ്റർമൈൻഡ് ഷെഡ്യൂൾസ്. അതായത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന് ടൂളും മുൻ നിശ്ചയിച്ച ഷെഡ്യൂളുകളും ഉപയോഗിക്കുന്നതിനുള്ള അധികാരം നൽകുക എന്നുള്ളതാണ്. മൂന്നാമത്തേത് മെയിൻറ്റെയിനിങ് എ റെക്കോർഡ് ഓഫ് ദി ടൈം ഓഫ് സ്റ്റാർട്ടിംഗ് ആൻഡ് കംപ്ലീറ്റിംഗ് ഈച്ച് ഓപ്പറേഷൻ. ഓരോ ഓപ്പറേഷനും ആരംഭിക്കുന്നതിനും അവസാനിക്കുന്നതുമായി ബന്ധപ്പെട്ട സമയം രേഖപ്പെടുത്തുന്നതിനുള്ള റെക്കോർഡ് സൂക്ഷിക്കുക എന്നർത്ഥം. നാലാമത്തേത് ഇഷ്യൂയിങ് മെറ്റീരിയൽസ് ഫ്രം സ്റ്റോഴ്സ് ടു ഡിഫറെൻറ്റ് പ്രൊഡക്ഷൻ പ്രോസസ്സസ്. അതായത് അസംസ്കൃത വസ്തുക്കൾ സ്റ്റോറിൽ നിന്നും വിവിധ ഉൽപാദന പ്രക്രിയയ്ക്ക് നൽകുക എന്നുള്ളതാണ്. അഞ്ചാമത്തേത് അസൈൻമെന്റ് ഓഫ് വർക്ക് ടു വേരിയസ് മെഷീൻസ് ആൻഡ് വർക്ക് പ്ലേസസ്. വിവിധ മെഷീനുകൾക്കും വർക്ക് പ്ലേസിനും ജോലികൾ ഏൽപ്പിച്ചു നൽകുക എന്നുള്ളതാണ്. അടുത്ത ആറാമത്തേത് പ്രൊക്യൂറിംഗ് നെസസറി ടൂൾ, equipment and fixtures to be issued to workmen when needed. അതായത് തൊഴിലാളിക്ക് ആവശ്യമുള്ളപ്പോൾ നൽകുന്നതിനായി ആവശ്യമായ ടൂള്, എക്യുപ്മെന്റ്, മറ്റിതര വസ്തുക്കൾ പ്രൊക്യൂർ ചെയ്യുക എന്നുള്ളതാണ്. അടുത്ത ഏഴാമത്തേത് റെക്കോർഡിംഗ് ഐഡിൽ ടൈം ഓഫ് മെഷീൻ ആൻഡ് വർക്കേഴ്സ്. അതായത് മെഷീനിൻ്റെയും തൊഴിലാളികളുടെയും നിഷ്ക്രിയ സമയം രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. അടുത്ത എലിമെന്റ്സ് ഓഫ് പ്രൊഡക്ഷൻ പ്ലാനിംഗ് ആൻഡ് കൺട്രോളിൽ നമ്മൾ പഠിക്കുന്നത് പ്രോഗ്രസിംഗ് ഓർ എക്സ്പെഡിറ്റിംഗ് ഓർ ഫോളോ അപ്പ് എന്നതിനെ സംബന്ധിച്ചാണ്. പ്രോഗ്രസിംഗ് ഓർ എക്സ്പെഡിറ്റിംഗ് ഓർ ഫോളോ അപ്പ്. It is concerned with locating deviations in the implementation of production plans and taking the necessary corrective steps to set things in order. Production plans acquire significance only when they are supplemented by expediting or follow-up action. This function ensures that the work is carried out as planned and delivery dates are met. ഇവിടെ പ്രൊഡക്ഷൻ പ്ലാനുകൾ നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ കണ്ടെത്തി ആവശ്യമായ പരിഹാരം എടുത്തുകൊണ്ട് കാര്യങ്ങൾ നേരെയാക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ്. എക്സ്പെഡിറ്റിംഗ് ഓർ ഫോളോ അപ്പ് ആക്ഷൻ അനുബന്ധമായി വരുന്നതോടെ മാത്രമേ പ്രൊഡക്ഷൻ പ്ലാനുകൾക്ക് പ്രാധാന്യം ഉണ്ടാകുന്നുള്ളൂ എന്നതാണ്. അതുപോലെ തന്നെ ഡെലിവറി ഡേറ്റിൽ പ്ലാൻ അനുസരിച്ച് ജോലികൾ നിർവഹിക്കുന്നു എന്ന ഈ പ്രവർത്തനം ഉറപ്പാക്കുന്നു എന്നുള്ളതാണ്. This function involves the following steps. ഈ ഫംഗ്ഷനിൽ താഴെ പറയുന്ന സ്റ്റെപ്പുകൾ അടങ്ങിയിരിക്കുന്നു. അതിൽ ഒന്നാമത്തേത് വാച്ചിങ് പ്രോഗ്രസ് ഓഫ് വർക്ക് ആൻഡ് റിപ്പോർട്ടിംഗ് ആക്ച്വൽ ഫാക്ട്സ്. ജോലിയുടെ പുരോഗതി നിരീക്ഷിക്കുകയും യഥാർത്ഥ വസ്തുത റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തേത്. രണ്ടാമത്തേത് ഹാവിംഗ് ഫിസിക്കൽ കൺട്രോൾ ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ത്രൂ ഫ്രീക്വന്റ് ചെക്കിംഗ്. അതായത് ഫ്രീക്വന്റ് ചെക്കിങ്ങിലൂടെ പ്രവർത്തന പുരോഗതിയുടെ നിയന്ത്രണം
സാധ്യമാകുന്നു എന്നുള്ളതാണ്. അടുത്ത മൂന്നാമത്തേത് എക്സ്പെഡിറ്റിംഗ് കറക്റ്റീവ് ആക്ഷൻ ടു റിമൂവ് ബോട്ടിൽ നെക്സ് ആൻഡ് ഡീവിയേഷൻസ് ഇഫ് എനി. അതായത് തടസ്സങ്ങളും വ്യതിയാനങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീക്കം ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത നാലാമത്തേത് മെയിൻറ്റെയിനിങ് ലീസൺ വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്സ് സപ്ലൈയിങ് മെറ്റീരിയൽസ് ആൻഡ് കമ്പോണൻസ്. അതായത് മെറ്റീരിയൽസും കമ്പോണൻസും നൽകുന്ന മറ്റു ഡിപ്പാർട്ട്മെന്റുകളും തമ്മിൽ നല്ല ബന്ധം പുലർത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അഞ്ചാമത്തേത് പ്രിപ്പയറിംഗ് എ ലിസ്റ്റ് ഓഫ് മെറ്റീരിയൽ ആൻഡ് കമ്പോണൻറ്റ്. മെറ്റീരിയലിൻ്റെയും കമ്പോണൻറ്റിൻ്റെയും ഒരു ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ്. ആറാമത്തേത് മെയിൻറ്റെയിനിങ് എ പ്രോപ്പർ റെക്കോർഡ് ഓഫ് വർക്ക് ഡിലേയ്സ് ആൻഡ് ബോട്ടിൽ നെക്സ്. അതായത് ജോലി, കാലതാമസം, മറ്റ് തടസ്സങ്ങൾ എന്നിവയുടെ ശരിയായ റെക്കോർഡ് സൂക്ഷിക്കുക എന്നർത്ഥം. അടുത്തതായിട്ടുള്ളത് കറക്റ്റീവ് ആക്ഷനാണ്. അടുത്ത എലിമെന്റ് ഓഫ് പ്രൊഡക്ഷൻ പ്ലാനിംഗ് ആൻഡ് കൺട്രോളിൽ കറക്റ്റീവ് ആക്ഷനാണ് നമ്മൾ പഠിക്കുന്നത്. കറക്റ്റീവ് ആക്ഷൻ. After the causes of delays and deviations are identified, necessary steps can be taken to rectify problems. കാലതാമസം, വ്യതിയാനം എന്നിവയുടെ കാരണം മനസ്സിലാക്കിയതിനു ശേഷം പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ട ആവശ്യമായ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. Corrective action is needed to make any system of production planning and control effective. ഏതൊരു പ്രൊഡക്ഷൻ പ്ലാനിംഗ് ആൻഡ് കൺട്രോൾ സംവിധാനം ഫലപ്രദമാകുന്നതിനും കറക്റ്റീവ് ആക്ഷൻ വളരെ ആവശ്യമാണ് എന്നുള്ളതാണ്. By resorting to corrective measures, the production manager maintains full control over the production activities. അതായത് കറക്റ്റീവ് ആക്ഷൻ അല്ലെങ്കിൽ തിരുത്തൽ നടപടിയെ ആശ്രയിക്കുന്നതിന്റെ ഫലമായിട്ട് പ്രൊഡക്ഷൻ പ്രവർത്തനത്തിന്റെ മേൽ പൂർണ്ണ നിയന്ത്രണം പ്രൊഡക്ഷൻ മാനേജർക്ക് കൈവരുന്നു എന്നുള്ളതാണ് ഇവിടെ പരാമർശിച്ചിട്ടുള്ളത്.